കരൾ മാറ്റിവെക്കൽ കഴിഞ്ഞ കുട്ടികളുടെയും അവയവദാതാക്കളുടെയും ഒത്തുചേരൽ സംഘടിപ്പിച്ച് തിരുവനന്തപുരം കിംസ് ഹെൽത്ത്. അവയവദാനമെന്ന മഹത്തായ പ്രവൃത്തിയുടെ പ്രാധാന്യം വിളിച്ചോതിയ പരിപാടിയിൽ 100-ലേറെ പേർ പങ്കെടുത്തു. 10 മാസം പ്രായമുള്ളപ്പോൾ അവയവങ്ങൾ ദാനം ചെയ്ത അലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ കുടുംബം അലിൻ്റെ കരൾ സ്വീകരിച്ച 8 മാസം പ്രായമുള്ള ദ്രിയയെ ആദ്യമായി കണ്ടുമുട്ടിയത് ചടങ്ങിൽ ഹൃദയസ്പർശിയായ നിമിഷമായി മാറി. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഏറ്റവും ഉന്നതമായ സന്ദേശമാണ് അവയവദാനമെന്ന് കിംസ് ഹെൽത്ത് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ MI സഹദുള്ള പറഞ്ഞു. അവയവദാനത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിൽ ഇത്തരം ഒത്തുചേരലുകൾക്ക് വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാർ സംവിധാനങ്ങളുടെയും കരൾ മാറ്റിവെക്കൽ വിഭാഗത്തിലെ ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും അശ്രാന്ത പരിശ്രമങ്ങൾക്കും അദ്ദേഹം അഭിനന്ദനങ്ങൾ അറിയിച്ചു. കേരളത്തിലെ അവയവദാതാക്കളുടെ കുടുംബങ്ങൾ, പോലീസ് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ, പൊതുജനങ്ങൾ, മാധ്യമപ്രവർത്തകർ എന്നിവരുടെ സഹകരണവും ഇതിലെല്ലാം ഉപരി അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ ഏകോപനവും വലിയൊരു മാതൃകയാണെന്ന് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ KSOTO എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നേബിൾ ഗ്രേഷ്യസ് ചൂണ്ടിക്കാട്ടി. ഒരാളുടെ ഉദാരമായ തീരുമാനം പലരുടെയും ജീവൻ രക്ഷിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PK ജബ്ബാർ, KSOTO സൗത്ത് സോൺ നോഡൽ ഓഫീസർ ഡോക്ടർ രാഗി കൃഷ്ണൻ, KSOTO ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ബേസിൽ സജു, കിംസ് ഹെൽത്ത് മൾട്ടി ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഡയറക്ടർ ഡോക്ടർ പ്രവീൺ മുരളീധരൻ, കരൾ മാറ്റിവെക്കൽ വിഭാഗത്തിലെ ഡോക്ടർമാരായ ഡോക്ടർ ഷിറാസ് അഹമ്മദ് റാഥർ, ഡോക്ടർ ഷബീർ അലി, പീഡിയാട്രിക് ഹെപ്പറ്റോളജി വിഭാഗത്തിലെ ഡോക്ടർ അനു K വാസു എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 2013 ജൂലൈ 23-നാണ് കിംസ് ഹെൽത്തിൽ ആദ്യ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. ഇതുവരെ 250ഓളം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തീകരിച്ചു. കേരളത്തിലെ ആദ്യത്തെ കരളും വൃക്കയും ഒന്നിച്ച് മാറ്റിവെക്കാനും സ്പ്ലിറ്റ് ലിവർ ട്രാൻസ്പ്ലാന്റ് നടത്താനും ഏറ്റവും തൂക്കം കുറഞ്ഞ കുട്ടിയിൽ അവയവമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കാനും കിംസ് ഹെൽത്തിന് സാധിച്ചിട്ടുണ്ട്.